Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന 3 വെറൈറ്റി പലഹാരങ്ങളാണ് ഞാൻ ചെയ്തു കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 തരം പലഹാരങ്ങളാണ് ഞാൻ ചെയ്തു കാണിക്കുന്നത്. മാത്രമല്ല ഈ പലഹാരങ്ങളെല്ലാം ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ ഇവിടെ 2 കപ്പ് പൊരിയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള അളവ് 250 ml കപ്പിന്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതേ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. പൊരിയെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊരി അളന്ന കപ്പിൽ തന്നെയാണ് ഞാൻ ശർക്കരയും അളന്നെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ശർക്കര പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. ഇനി ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. നമുക്ക് ഈ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞ് നല്ലോണം ഉരുക്കി വരണം. അപ്പൊ നിങ്ങൾക്ക് കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും ഈ പലഹാരത്തിന്. അപ്പോൾ ഇതൊന്ന് ഉരുക്കി വരട്ടെ. ശർക്കര ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ കല്ലും മണ്ണ് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മറ്റൊരു കടായിലോട്ട് ഞാൻ അരിച്ചൊഴിക്കാണ്. ഫ്ലെയിം ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ അരിച്ചൊഴിച്ചു. ഇത് മാറ്റാം നമുക്ക്. ശർക്കര ഒന്ന് വറ്റി ഒരു നൂൽ പാവാവണം നമുക്ക്. ഇതിന്റെ പാകം ശരിയാണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കൈവച്ചത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂൽ പാവ് ആവണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇതിൽ നിന്നും കുറച്ച് ഒരു ബൗളിലോട്ട് ശർക്കര പാനി ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ബോള് പോലെ ഉരുണ്ട് കിട്ടും. കണ്ടോ, ബോള് പോലെ നമുക്ക് ഉരുണ്ട് കിട്ടും. ഇതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആയി കൊടുക്കാം. തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച പൊരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഉടനെ തന്നെ ഓഫ് ആക്കി കൊടുക്കണം. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കാൻ പാടില്ല. ഉടനെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ ഉരുട്ടിയാൽ കൈ പൊള്ളിപ്പോകും. അപ്പൊ കയ്യിലൊന്ന് ഓയിലോ നെയ്യോ ഒന്ന് തടവിയതിനു ശേഷം മാത്രമേ ഇത് ഉരുട്ടിയെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്ന് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുക്കുക. കയ്യിൽ പിടിക്കാവുന്ന ചൂട് ആയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം എന്താ ഇതുപോലെ നമുക്ക് 2 കൈ കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കണം. അപ്പൊ നന്നായിട്ട് ഇതുപോലെ അപ്പുറത്തെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാൻ. അപ്പൊ നമ്മുടെ കടകളിൽ ചില്ലു കുപ്പികൾ ഇരിക്കുന്ന പൊരി ഉണ്ടതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചൂടോടുകൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഉരുണ്ട് കിട്ടില്ല. അഥവാ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു നൂൽ പാവാക്കി ഇതിലോട്ട് ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ആ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി ചൂടാതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിലോട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. ചുമന്ന അവിലുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ കപ്പും ഞാൻ ഇട്ട് കൊടുത്തു. നിങ്ങൾ ഏത് കപ്പിലാണോ ഈ അവിൽ അളന്നെടുക്കുന്നത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതേ അളവിൽ തന്നെ അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. തീ കൂട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 മിനിറ്റ് ആയപ്പോൾ തന്നെ അവിലെല്ലാം ചുരുങ്ങി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ പൊടിഞ്ഞു വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. വറുത്ത് മാറ്റി വെച്ച അവല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയിലെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു കടായി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കടായി ഒന്ന് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്.
നെയ്യ് ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നെയ്യ് ഇതാ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ചെറിയ പീസായിട്ട് മുറിച്ച് അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ കിസ്മിസും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് തേങ്ങ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കരയും തേങ്ങയും കൂടെ യോജിച്ച് വരണം. യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച നമ്മുടെ അവില് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ അവിലും തേങ്ങയും ശർക്കരയും എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള തേങ്ങയാണ്. ഈ തേങ്ങ നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ജ്യൂസി ആയിട്ടുള്ള തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങ ആണെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പിഴിഞ്ഞത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് മാറ്റി വെക്കാം, ഇതിന്റെ ആവശ്യമില്ല. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം 3 പപ്പടമാണ്. അതൊന്ന് നമുക്ക് ജസ്റ്റ് പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ആ പപ്പടമൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക തൊണ്ട് കളഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയിലെ ഒരു പൊടിക്കുന്ന ജാർ എടുക്കുക, അതിലോട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പൊ ആ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നിർത്തി വേണം പൊടിച്ചെടുക്കാൻ. ഒരു 3 പ്രാവശ്യം നിർത്തി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടിച്ച മിക്സിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉരുട്ടിയെടുക്കാം. ഞാൻ എല്ലാം ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതിൽ പിസ്ത ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പപ്പടത്തിന്റെ ഉപ്പുരസോ പപ്പടത്തിന്റെ കുത്തലോ ഒന്നും തന്നെ കാണില്ല. നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്